ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികളാണ്. കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ നമ്മൾ കോഡിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്. അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ താപ്തി, സിന്ധു, നർമ്മദ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന നദികൾ ചോദിച്ചാൽ സിന്ധു, നർമ്മദ, താപ്തി, ഇത് മൂന്നുമാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏത് എന്നൊക്കെ PSCയിൽ ചോദിക്കാറുണ്ട്. നർമ്മദയും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ എന്ന് പറയുമ്പോൾ നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ താപ്തി, സിന്ധു, നർമ്മദ. ഇനി കേരളത്തിലെ പ്രധാന നദികൾ ചോദിച്ചാൽ പെരിയാറ്, ഭാരതപ്പുഴ, നെയ്യാറ്, ചാലിയാറ്. ഒന്നുകൂടെ പറയാം, താപ്തി, സിന്ധു, നർമ്മദ, പെരിയാർ, ഭാരതപ്പുഴ, നെയ്യാർ, ചാലിയാർ. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. അറബിക്കടലിന്റെ താപം സിന്ധുവിന്റെ ചർമ്മത്തിൽ വലിയ ഭാരമുണ്ടാക്കി. എന്താണ്? അറബിക്കടലിന്റെ താപം സിന്ധുവിന്റെ ചർമ്മത്തിൽ വലിയ ഭാരമുണ്ടാക്കി. ഇനി അതിനുള്ള മരുന്നായിട്ട് ഉപയോഗിച്ചത് എന്താണ്? നെയ്യ് ചാലിച്ചിട്ടു എന്ന് ഓർക്കുക കേട്ടോ. നെയ്യ് ചാലിച്ചിട്ടു. അപ്പോൾ അറബിക്കടലിന്റെ താപം സിന്ധുവിന്റെ ചർമ്മത്തിൽ വലിയ ഭാരമുണ്ടാക്കി. നമുക്ക് സൂര്യാഘാതമൊക്കെ ഏൽക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ അല്ലെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മരുന്ന്? എന്താണ്? നെയ്യ് ചാലിച്ചിട്ടു എന്നതാണ്. ഇനി നമുക്ക് കണക്ട് ചെയ്യാം. താപം എന്നതിൽ നിന്ന് താപ്തി കണക്ട് ചെയ്യാലോ. താപം എന്നതിൽ നിന്ന് താപ്തി നദി കണക്ട് ചെയ്ത് വെച്ചു. സിന്ധു എന്നതിൽ നിന്ന് സിന്ധു നദിയും കണക്ട് ചെയ്യാം. സിന്ധു. ചർമ്മത്തിൽ എന്നതിൽ നിന്ന് നർമ്മദ കണക്ട് ചെയ്യാലോ. ചർമ്മത്തിൽ എന്നതിൽ നിന്ന് നർമ്മദ കണക്ട് ചെയ്ത് വെച്ചു. വലിയ എന്നതിൽ നിന്ന് പെരിയാർ. വലിയ, തമിഴിൽ പെരിയ എന്നൊക്കെ പറയൂലേ, അപ്പൊ പെരിയാർ കണക്ട് ചെയ്യുക. വലിയ എന്നതിൽ നിന്ന് പെരിയാർ കണക്ട് ചെയ്തു. ഭാരം എന്നതിൽ നിന്ന് ഭാരതപ്പുഴ. കേരളത്തിലെ പ്രധാന നദികളാണ്, അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികളാണ് പെരിയാർ, ഭാരതപ്പുഴ. പിന്നെ നോക്കൂ, നെയ്യ് എന്നതിൽ നിന്ന് നെയ്യാർ കണക്ട് ചെയ്യാലോ. നെയ്യാർ. ചാലിച്ചിട്ടു എന്നതിൽ നിന്ന് ചാലിയാറും കണക്ട് ചെയ്ത് വെക്കാം. ചാലിച്ചിട്ടു, ചാലിയാറ്. അപ്പൊ എന്താണ്? അറബിക്കടലിന്റെ താപം സിന്ധുവിന്റെ ചർമ്മത്തിൽ വലിയ ഭാരമുണ്ടാക്കി. മരുന്നായിട്ട് എന്ത് ചെയ്തു? നെയ്യ് ചാലിച്ചിട്ടു. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ നമ്മൾ കോഡിലൂടെ സെറ്റാക്കി പോയിട്ടുണ്ട്. അപ്പോൾ കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്